ഇവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു GST ക്ലാസ് 10 ഡേയ്സാ വരുന്നത്. 10 ദിവസം ക്ലാസ് ആണ്. ഈ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും. കാരണം കംപ്ലീറ്റ് വർക്ക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. സോ ഏത് ടൈപ്പ് ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നുവെങ്കിൽ പോലും പ്രോബ്ലം ഇല്ല. ഏത് ടൈപ്പ് സ്ഥാപനത്തിന്റെയും GST ബന്ധപ്പെട്ട എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും, പ്രധാനമായിട്ടും മന്ത്ലി ചെയ്യേണ്ടി വരുന്ന മന്ത്ലി GST റിട്ടേൺസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റാരുടെയും ആശ്രയമില്ലാതെ സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും. അത് ഗ്യാരണ്ടിയാണ്. അത് വിശ്വാസം കൊണ്ടുവരിക ആദ്യം. ദെൻ ആ മനസ്സോടുകൂടി എന്ത് ചെയ്യുക, ഇന്ന് ഞാൻ എടുക്കുന്ന ഈ ഒരു ഡെമോ ക്ലാസ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് പഠിക്കേണ്ടത് GST ആണ്. GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് പഠിക്കേണ്ടത്. അതിനുവേണ്ടി 10 ഡേയ്സ് ആണ് നമുക്ക് ക്ലാസ് വരുന്നത്. നമ്മുടെ ക്ലാസ് ഡെയിലി 1 മണിക്കൂറാണ്. ക്ലാസിന്റെ സമയം രാത്രി 9 PM ടു 10 PM. അതായത് ഈ സെയിം ടൈം ആയിരിക്കും ക്ലാസ് നടക്കുന്നത്. ക്ലിയർ? സോ ഞാൻ പറഞ്ഞു GSTയുടെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. പ്രാക്ടിക്കലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്തെല്ലാം നമ്മൾ പഠിക്കും, ശേഷം എന്തെല്ലാം നമ്മൾ സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും, ഞാൻ ഇവിടെ പറയാം. നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കുന്ന പ്രാക്ടിക്കൽ കാര്യം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നായിരിക്കും ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രാക്ടിക്കൽ കാര്യം. അത് GSTയുടെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? GSTയുടെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്. ആ ഗവൺമെന്റ് സൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്തായിരിക്കും രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അതായത് www.gst.gov.in ഇതാണ് ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള അഡ്രസ്സ്. അതായത് ഇതേപോലെ ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ സെർച്ച് കൊടുത്താൽ മതി, GSTയുടെ സൈറ്റ് ഓപ്പണായി വരും. അങ്ങനെ ഓപ്പണായി വരുന്ന സൈറ്റിനകത്ത് കയറിയാണ് GSTയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ വരുന്ന എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടതും അത് ചെയ്യാൻ പഠിക്കുന്നതും. ഓക്കെ. അപ്പോ ഇതാണ് ഗവൺമെന്റ് സൈറ്റ്. ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഈ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ഫോം കാണാൻ സാധിക്കും. ആ ഫോമിന്റെ പേരാണ് REG01. REG01 എന്നാണ് ആ ഫോമിന്റെ പേര്. രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോം കാണാൻ സാധിക്കും. ആ ഫോമിന്റെ പേരെന്താണ്? REG01. ഈ ഫോം REG01 എന്ന ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് 2 പാർട്ട് വരുന്നുണ്ട്. രണ്ട് പാർട്ട് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതായത് പാർട്ട് A ആൻഡ് പാർട്ട് B. അങ്ങനെ 2 പാർട്ട് ഈ REG01 എന്ന ഫോമിനകത്ത് വരുന്നുണ്ട്. ഈ 2 പാർട്ടിലും പറയുന്ന കാര്യങ്ങൾ ഡാറ്റ ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അതാണ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും, ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യേണ്ടതെന്നാണ് ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്.
ഇനി രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട തിയററ്റിക്കലി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും പഠിപ്പിക്കും. ഇപ്പോ ഏതൊക്കെ സ്ഥാപനത്തിനാണ് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടത്, ആർക്കൊക്കെ രജിസ്ട്രേഷൻ നിർബന്ധം ഇല്ല. ഇനി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടി വരിക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിക്കും. അതുപോലെ തന്നെ ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും പ്രൊപ്രൈറ്റർഷിപ്പ് ആയിക്കോട്ടെ, അതായത് സാധാരണ സോൾ ട്രേഡിംഗ് സ്ഥാപനമായിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, ഏത് സ്ഥാപനം, ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് REG 01-നകത്തുള്ള 2 പാർട്ടും എങ്ങനെ ഫില്ല് ചെയ്യുമെന്നും സബ്മിറ്റ് ചെയ്യുന്നു നമ്മൾ പഠിക്കും. ഓക്കെ. സോ രജിസ്ട്രേഷൻ പഠിച്ച ശേഷം അടുത്തതായിട്ട് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, നിങ്ങൾ സങ്കല്പിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് നമ്മൾ എന്ത് ചെയ്തു, GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് GST രജിസ്റ്റേർഡ് ആയി മാറി നമ്മുടെ സ്ഥാപനം GST-യിലെ രജിസ്റ്റേർഡ് ആയി മാറി സങ്കല്പിക്കുക. അത് രജിസ്ട്രേഷൻ കിട്ടി. അപ്പോ നമുക്കൊരു നമ്പർ കിട്ടും, GST നമ്പർ, GSTIN ഒരു നമ്പർ കിട്ടും. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ, GST നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും മന്ത്ലി, എല്ലാ മാസവും 2 റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യണം. നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? ഇപ്പോ നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് GST നിലവിലുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും GST റിട്ടേൺസ് നിർബന്ധമായിട്ടും ഫയലിംഗ് ചെയ്യണം. ഓക്കെ അല്ലേ? ആ റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യാൻ നമ്മൾ പഠിക്കും. അപ്പോ അതിനു മുമ്പായിട്ട് ചിലപ്പോ ചില ആൾക്കാർക്ക് ഈ റിട്ടേൺ ഫയലിംഗ് എന്ന് കേൾക്കുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവത്തില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ അതാത് മാസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം. അതാ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഏത് മാസം? മെയ് മാസം അല്ലേ? ഈ മെയ് മാസം 1-ാം തീയതി മുതൽ മെയ് 31-ാം തീയതി വരെ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന കാര്യങ്ങൾ, എത്ര സെയിൽ നടന്നു, എത്ര പർച്ചേസ് നടന്നു, ഇനി സെയിൽ നടന്നപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എത്ര GST കളക്ട് ചെയ്തു, പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലർക്ക് എത്ര GST കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി GST അതോറിറ്റിയെ അറിയിക്കണം. എപ്പോ? എല്ലാ മാസവും അറിയിക്കണം. ഓരോ മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ അറിയിക്കണം അതോറിറ്റിയെ. നിർബന്ധമാണ്. ഇത് എങ്ങനെ അറിയിക്കും? ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിൽസിന്റെ ബില്ലും പർച്ചേസിന്റെ ബില്ലുകളുമായിട്ട് നേരിട്ട് GST ഓഫീസിൽ പോവേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഈ കാര്യങ്ങളൊക്കെ അതോറിറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അറിയിക്കാം. നേരിട്ട് പോവേണ്ട ആവശ്യമില്ല. അത് എങ്ങനെ ഓൺലൈനായിട്ട് അറിയിക്കും? അത് ഓൺലൈനായിട്ട് അറിയിക്കാനുള്ള സംവിധാനവും എവിടെയുണ്ട്? ഈ ഗവൺമെന്റ് സൈറ്റിനകത്തുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ മന്ത്ലി നടന്ന കാര്യങ്ങൾ അതോറിറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ക്ലിയർ? ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ആക്കിയ ശേഷം ആ സൈറ്റിനകത്ത് ഈ കാര്യങ്ങളൊക്കെ അതോറിറ്റി അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു 2 ഓൺലൈൻ ഫോം ആ ഗവൺമെന്റ് സൈറ്റിനകത്ത് കാണാൻ സാധിക്കും. 2 ഓൺലൈൻ ഫോം ആ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആ 2 ഓൺലൈൻ ഫോം ഉണ്ട്. ആ 2 ഓൺലൈൻ ഫോമിനകത്തും നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഇത്ര സെയിൽ നടന്നു, ഇത്ര പർച്ചേസ് നടന്നു എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുക. എവിടെ? ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കാണുന്ന
രണ്ട് ഓൺലൈൻ ഫോമിലും എൻ്റർ ചെയ്യുക. ഡാറ്റ എൻ്റർ ചെയ്താൽ മാത്രം പോരല്ലോ, അത് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണ്ടേ. അപ്പൊ എന്ത് ചെയ്യുക? ഡാറ്റ എൻ്റർ ചെയ്ത ശേഷം അവിടെ ഒരു സബ്മിറ്റ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ഫോമിനകത്ത് കാണുന്ന സബ്മിറ്റ് ഓപ്ഷൻ അല്ലേ, അപ്പൊ എന്ത് വിളിക്കാം? ഓൺലൈൻ ഓൺലൈൻ സബ്മിഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓൺലൈൻ സബ്മിഷൻ നമ്മൾ ചെയ്യണം എന്നാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്ത് കാണുന്ന രണ്ട് ഓൺലൈൻ ഫോം ഉണ്ട്. രണ്ട് ഓൺലൈൻ ഫോമിലും യഥാക്രമത്തിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നു, ശേഷം അവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന ആ രണ്ട് കാര്യങ്ങളും അതോറിറ്റിക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഈ ഓൺലൈൻ ഫോം ഇല്ലേ, ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് അവൈലബിൾ ആയ ഈ ഓൺലൈൻ ഫോമിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കും. ഈ ഓൺലൈൻ ഫോമിനെ വിളിക്കുന്ന ഒരു വിളിപ്പേരാണ് എന്ത്? റിട്ടേൺസ്. അപ്പോ റിട്ടേൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ റിട്ടേൺ, തിരിയുക, വളയുക, അങ്ങനെയൊക്കെ മീനിങ് വരും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് സൈറ്റിനകത്ത് അവൈലബിൾ ആയ ഡാറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ ഫോമിനെ പറയുന്ന മറ്റൊരു പേരാണ് റിട്ടേൺസ്. എത്ര റിട്ടേൺസ് ഉണ്ട് അപ്പോ? രണ്ട് റിട്ടേൺസ് ഉണ്ട്. രണ്ട് റിട്ടേൺസിലും ഡാറ്റ എൻ്റർ ആക്കിയ ശേഷം ഓൺലൈൻ സബ്മിഷൻ നടത്തണ്ടേ? ഈ ഓൺലൈൻ സബ്മിഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഫയലിംഗ്. ക്ലിയർ അല്ലേ? അപ്പോ റിട്ടേൺസ് ഫയലിംഗ് ചെയ്യുക എന്നാ പറയുന്നേ. എന്ന് പറഞ്ഞ എന്താ ലോജിക്ക് എന്ന് മനസ്സിലായല്ലോ. അപ്പോ രണ്ട് റിട്ടേൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മന്ത്ലി ഫയലിംഗ് ചെയ്യേണ്ടത്. രണ്ട് റിട്ടേൺസ് മന്ത്ലി ഫയലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന എന്തോ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ആ രണ്ട് റിട്ടേൺസ് എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടത്, ആ രണ്ട് റിട്ടേൺസ് എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, യെസ്. ഇനി ഞാൻ പറഞ്ഞു, രണ്ട് റിട്ടേൺ ഫയലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന എന്തോ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അല്ലെ. ആ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ, അത് ഞാൻ പറയും. അതിനു മുമ്പായിട്ട് ഈ രണ്ട് റിട്ടേൺസ് ഉണ്ടല്ലോ, രണ്ട് റിട്ടേൺസിനും രണ്ട് പേരുണ്ട്, രണ്ട് പേരിൽ അറിയപ്പെടും. ആ പേര് പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം? അതിനകത്ത് എന്താണ് കാണിക്കുന്നത് എന്ന് പറയാം. ഒന്നാമത്തെ റിട്ടേണിന്റെ പേരാണ് GSTR റിട്ടേൺ, GSTR1 എന്ന് പറയും. രണ്ടാമത്തെ റിട്ടേണിന്റെ പേരാണ് GSTR3B എന്ന് പറയും. GSTR1ഉം GSTR3B, ഇതാണ് രണ്ട് റിട്ടേൺസിന്റെ പേര്. അപ്പൊ GSTR1 ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന എന്തോ ഒരു കാര്യം GSTR1ന്റെ ഫയലിങ്ങിലൂടെയാണ് നമ്മൾ അതോറിറ്റി അറിയിക്കുന്നേ. GSTR3B നമ്മൾ ഫയലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന മറ്റെന്തോ ഒരു കാര്യം GSTR3Bന്റെ ഫയലിങ്ങിലൂടെയാണ് നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നേ. ക്ലിയർ ആണോ? യെസ്. ഇനിയാണ് നമ്മൾ എന്താണ് ആ കാര്യം എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. GSTR1ന്റെ ആവശ്യം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ ഒരു മാസം എത്ര സെയിൽ നടന്നു, സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? GSTR1. ഇപ്പൊ GSTR1ന്റെ ഫയലിംഗിന്റെ ആവശ്യം എന്താണ്? ആ മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്ര സെയിൽ നടന്നു, ആ സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോം ആണ് ഏത്? GSTR1. നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ മാസത്തെ GSTR1 ഫയൽ ചെയ്തോ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ സെയിൽസ് അതോറിറ്റിയെ അറിയിച്ചോ എന്നാ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി ആ GSTR1 എന്നാ ചെയ്യേണ്ടത്? ആ മന്ത് അവസാനിച്ച് നെക്സ്റ്റ് മന്ത് ഡ്യൂ ഡേറ്റ്, നെക്സ്റ്റ് മന്ത്
11th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. അതായത് മെയ് മാസമല്ലേ ഇത്? മെയ് മന്തിന്റെ GSTR 1 ഫയൽ ചെയ്യേണ്ടത് ജൂൺ മാസം 11-ാം തീയതിക്കുള്ളിൽ. എന്ന് പറഞ്ഞാൽ മെയ് മാസം 1-ാം തീയതി മുതൽ മെയ് മാസം 31 വരെ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് ജൂൺ മാസം 1-ാം തീയതി മുതൽ ജൂൺ മാസം 11-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക? ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ദെൻ ഈ GSTR 1 എന്ന ഫോമിനകത്ത് സെയില് മാത്രമാണ് കാണിക്കേണ്ടത് അല്ലെ? എങ്കിൽ പോലും ഇതൊരു ഡീറ്റെയിൽഡ് ഫോമാണ്. അതുകൊണ്ട് തന്നെ GSTR 1-നകത്ത് ടോട്ടൽ 23 ടേബിൾസ് ഉണ്ട്. 23 ടേബിൾ വരുന്ന ഒരു ഡീറ്റെയിൽഡ് ഫോമാണ് ഇത് GSTR 1. നമ്മൾ GSTR 1-ന്റെ ഓൺലൈൻ ഫയലിംഗ് പഠിക്കും. അതിനു മുമ്പ് ഈ GSTR 1 എന്ന ഫോമിനകത്ത് വരുന്ന 23 ടേബിളും എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, സെയില് മാത്രമാണ് കാണിക്കേണ്ടത്. സെയിൽസ് പല വ്യത്യസ്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ B2B സെയിൽ ഉണ്ട് അല്ലെ? B2B സെയിൽ ഉണ്ട്. എന്താ B2B? ബിസിനസ് ടു ബിസിനസ് എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ B2C ഉണ്ട്, B2C ലാർജ് ഉണ്ട്, B2C സ്മാൾ ഉണ്ട്. ഇതൊക്കെ സെയിലാണ്. അതുപോലെ എക്സ്പോർട്ട് സെയിൽ ഉണ്ട്, അതിന് പ്രത്യേകം ടേബിൾ ഉണ്ട്. ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു രജിസ്റ്റേർഡ് കസ്റ്റമർ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു അൺരജിസ്റ്റേർഡ് കസ്റ്റമർ, നിൽ റേറ്റ് സെയില്, എക്സംപ്റ്റഡ് സെയില്, നോൺ GST ഔട്ട്വേർഡ് സപ്ലൈ. അതുപോലെ നമ്മൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കും. ടാക്സ് ലൈബിലിറ്റി അഗെയിൻസ്റ്റ് അഡ്വാൻസ്. ദെൻ ആ അഡ്വാൻസ് മേടിച്ചിട്ട് സെയിൽ നടക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്. ഇതൊക്കെ ഓരോരോ ടേബിൾസ് ആണ് GSTR 1-ലെ നമ്മൾ പഠിക്കും. അങ്ങനെ 23 ടേബിൾ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ GSTR 3B പറ്റി പറയുകയാണെങ്കിൽ GSTR 3B ഒരു സമ്മറി ഫോമാണ്. GSTR 3Bന്റെ ആവശ്യം ആ ഒരു മാസം എത്ര GST ആണ് ഗവൺമെന്റിക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR 3B. ക്ലിയർ അല്ലേ? GSTR 3Bയിലൂടെയാണ് മന്ത്ലി ടാക്സ് അടച്ചു പോകുന്നത്. ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20th ആണ്. മെയ് മാസം എത്ര ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. ശേഷം ജൂൺ മാസം 20-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക? GSTR 3Bയിലൂടെ അത് പേയ്മെന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത് GSTR 1 പോലെ ഡീറ്റെയിൽഡ് ഫോം ഒന്നുമല്ല, സമ്മറി ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജസ്റ്റ് 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു രജിസ്ട്രേഷൻ ആദ്യം പഠിക്കുമെന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഫോം REG01 ആണ്. 2 പാർട്ട് വരുന്നു. പാർട്ട് A, പാർട്ട് B വരുന്നു. നമ്മൾ പഠിക്കും. ദെൻ റിട്ടേൺ ഫയലിംഗ് GSTR 1, GSTR 3B. ഓക്കെ അല്ലേ? യെസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ക്ലാസ് എടുത്ത സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് പറയാമോ? ഒരു പ്രശ്നമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. യെസ് സർ, കണ്ടിന്യൂ. എല്ലാം ഓക്കെ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. ശരി. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയാനുണ്ടോ? എങ്കിൽ പറയുക. ക്ലിയർ ആണ് ഇതുവരെ. ശരി, ഓക്കെ. കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, നമ്മൾ ഈ മന്ത്ലി GSTR 1 ഫയൽ ചെയ്യും, 3B നമ്മൾ ഫയൽ ചെയ്യും അല്ലെ? ഞാൻ പറഞ്ഞു. എന്നാൽ ഈ 2 റിട്ടേൺസ് മന്ത്ലി ഫയലിംഗ് ചെയ്യാൻ സമയത്ത് നമുക്കൊരു 3 പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും വരും. അതായത് GSTR 1-ഉം GSTR 3Bയും മന്ത്ലി ഫയലിംഗ് ചെയ്യാൻ സമയത്ത് ഒരു 3 പ്രാക്ടിക്കൽ ഫോമിന്റെ സഹായം വേണ്ടി വരും, സപ്പോർട്ട് വേണ്ടി വരും. ക്ലിയർ അല്ലേ? ഞാൻ ആ 3 ഫോമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കും. ഞാൻ 3 ഫോമിന്റെ പേര് പറഞ്ഞു പോകാം. 1 GSTR 1A, 2 GSTR 2A, 3 GSTR 2B. ക്ലിയർ അല്ലേ? ഈ 3 ഫോമും വളരെ ഇമ്പോർട്ടന്റ് ആയ 3 ഫോംസ് ആണ്. വളരെ പ്രാധാന്യമുള്ള 3 ഫോംസ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ. ക്ലിയർ അല്ലേ? യെസ്. ദെൻ അടുത്ത് പഠിക്കേണ്ടത്
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു വർഷം കംപ്ലീറ്റ് ആയി. 12 മാസമല്ലേ ഒരു വർഷം വരുന്നേ? 12 മാസവും നമ്മൾ എന്ത് ചെയ്തു? GSTR 1 ഫയൽ ചെയ്തു, GSTR 3B നമ്മൾ ഫയൽ ചെയ്തു. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. ഒരു വാർഷിക റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം. അതാണ് ആനുവൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം. ക്ലിയർ അല്ലേ? വാർഷിക റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുക? ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ക്ലിയർ? അതിന്റെ പേരാണ് GSTR 9. GSTR 9. എന്താണ് GSTR 9? GSTR 9 എന്ന് പറഞ്ഞാൽ അതൊരു സമ്മറിയാണ്. എന്തിന്റെ സമ്മറിയാണ്? സമ്മറി ഓഫ് 12 മന്ത്. 12 മാസം നമ്മൾ ചെയ്ത GSTR 1ന്റെയും GSTR 3Bന്റെയും ഒരു സമ്മറിയാണ് GSTR 9 എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? യെസ്. സമ്മറി ഓഫ് 12 മന്ത്, 12 മാസം നമ്മൾ ചെയ്ത GSTR 1ന്റെയും GSTR 3Bന്റെയും ഒരു സമ്മറിയാണ് GSTR 9 എന്ന് പറഞ്ഞാൽ. ഈ GSTR 9 വർഷ അവസാനം കംപ്ലീറ്റ് ആകുമ്പോൾ എല്ലാവർക്കും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ വാർഷിക വിറ്റുവരവ്, അതായത് ആനുവൽ ടേൺ ഓവർ എബോ 2 CR, 2 കോടിക്ക് മേലെ വാർഷിക വിറ്റുവരവ് വരുന്ന കമ്പനികൾക്ക് മാത്രമേ GSTR 9 നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു വർഷം 2 കോടിക്ക് മേൽ ടേൺ ഓവർ വരുന്നുണ്ടോ? ടേൺ ഓവർ മീൻസ് സെയിൽസ് ആണ്. 2 കോടിക്ക് മേലെ സെയില് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് GSTR 9 വർഷ അവസാനമാകുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? എന്നാൽ ബിലോ 2 CR, 2 കോടിക്ക് ബിലോ, 2 കോടി വരെ നിങ്ങൾക്ക് ടേൺ ഓവർ ഉള്ളുവെങ്കിൽ ചെയ്യണ്ട എന്നല്ല, വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ ആണോ? ദെൻ ഈ GSTR 9 എന്നാ ഡ്യൂ ഡേറ്റ് വരുന്നേ? ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സാമ്പത്തിക വർഷം, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ 31st ഡിസംബറാ വരുന്നേ. അതായത് ഇപ്പോ കംപ്ലീറ്റ് ആയ ഇയർ ഏതാണ്? 2024-25 എന്ന ഇയർ കംപ്ലീറ്റ് ആയില്ലേ? ഈ ഇയറിന്റെ GSTR 9 എന്നാ ചെയ്യേണ്ടത്? 2025 ഡിസംബർ മാസം 31st ആണ് വരുന്നേ. ഇപ്പൊ നടക്കുന്ന ഇയർ ഏതാണ്? 2025-26 അല്ലേ? എന്ന ലാസ്റ്റ് ഡേറ്റ് 2026 ഡിസംബർ മാസം 31st. ക്ലിയർ? അതായത് ഏതാണോ നമ്മൾ ചെയ്യുന്ന ഇയർ, ആ ഇയർ കഴിഞ്ഞ് അടുത്ത വർഷം ഡിസംബർ മാസം 31st ആണ് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR 9 എന്ന് പറഞ്ഞാൽ. ഇനി ഈ GSTR 9 എന്ന ഫോമിനകത്തെ ടോട്ടൽ 19 ടേബിൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ 19 ടേബിളും പഠിക്കും. 19 ടേബിൾസ് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇതിന് അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, ആഫ്റ്റർ ഫയലിംഗ് ഓഫ് GSTR 9 നമ്മൾ ഫയലിംഗ് നടത്തിയ ശേഷം നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഫോമാണ് റീകൺസിലിയേഷൻ ഫോം എന്ന് പറയും. അതിന്റെ പേരാണ് GSTR 9C. നമ്മൾ വർഷ അവസാനം 2 കോടിക്ക് മേലെ ഉള്ളവരാണെങ്കിൽ GSTR 9 ചെയ്യുമല്ലോ. ആ GSTR 9 ചെയ്ത ശേഷം നമുക്ക് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു ഫോമാണ് റീകൺസിലിയേഷൻ ഫോമാണ് GSTR 9C. എന്താണ് GSTR 9Cന്റെ ആവശ്യം ചോദിച്ചാൽ, GSTR 9Cന്റെ ആവശ്യം മറ്റൊന്നുമല്ല, നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടില്ലേ, നമ്മൾ അക്കൗണ്ട്സിലൊക്കെ, അതായത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയില്ലേ, BRS. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കിന്റെ ലെഡ്ജർ ബുക്കും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും അല്ലെ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുപോലെയാണ്, ഇതൊരു കമ്പാരിസൺ ആണ്. നമ്മൾ ഓൾറെഡി ചെയ്ത GSTR 9 വിത്ത് ഏതുമായിട്ട് കമ്പയർ ചെയ്യും? ഓഡിറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്ത് ചെയ്യും? കമ്പാരിസൺ നടത്തും. ഓഡിറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയുമായിട്ട് എന്ത് ചെയ്യും? കമ്പാരിസൺ നടത്തും. അങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ വ്യത്യാസം വന്ന എമൗണ്ട് നമ്മൾ എവിടെ റിപ്പോർട്ട് ചെയ്യും? GSTR 9Cയിൽ റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് എന്തുകൊണ്ട് വ്യത്യാസം വന്നു എന്ന കാരണം, റീസൺ എവിടെ കാണിക്കും? 9Cയിൽ കാണിക്കും. അത്രേ ഉള്ളൂ.
ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ GSTR 9 നോക്കിയപ്പോൾ നമ്മുടെ സെയിൽ എമൗണ്ട് 10 ലക്ഷമാണ്. അതെങ്ങനെയാണ് അതിൽ വന്നേ? 12 മാസം നമ്മൾ GSTR 1 കാണിച്ച സെയിൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് അല്ലേ? GSTR 9 10 ലക്ഷം കാണുന്നു. പക്ഷേ ഒരു CA-കാരൻ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഒരു CA അല്ലെങ്കിൽ CMA ഓഡിറ്റ് ചെയ്ത നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോ നമ്മുടെ ടേൺ ഓവർ എമൗണ്ട് 10 ലക്ഷമല്ല 11 ലക്ഷമുണ്ട്. 1 ലാക്ക് അധികമുണ്ട്. എന്തുകൊണ്ട് അധികം വന്നു? ആ അധികം വന്ന എമൗണ്ട് 1 ലാക്ക് എന്ത് ചെയ്യുക? ഈ GSTR 9 കാണിക്കുക. എന്തുകൊണ്ട് അധികം വന്നു എന്ന റീസൺ എന്ത് ചെയ്യുക? 9 കാണിക്കുക. അതാ ലോജിക്ക് വരുന്നത് കേട്ടോ. നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. എന്നാൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, GSTR 9C എന്ന് പറയുന്ന ഫോം GSTR 9 ചെയ്യുന്ന എല്ലാവർക്കും വേണ്ട. വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ എബോ 5 CR, 5 കോടിക്ക് മേലെ 5 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ള കമ്പനികൾക്ക് മാത്രമേ GSTR 9C നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുള്ളൂ. ഇപ്പൊ നമ്മുടെ ടേൺ ഓവർ ഒരു 6 കോടി ഉണ്ടെങ്കിൽ ആദ്യം 9 ചെയ്യും, ദെൻ 9C ചെയ്യും. നമ്മുടെ ഇതൊരു 3 കോടിയാണെങ്കിലോ 9 മാത്രം ചെയ്താൽ മതി, 9C ആവശ്യമില്ല. നമുക്കൊരു 1.5 കോടിയാണെങ്കിലോ 9 വേണ്ട 9C വേണ്ട. ക്ലിയർ അല്ലേ? യെസ്. ഇനി GSTR 9C ടോട്ടൽ ടേബിൾസ് 17 ടേബിൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ടേബിൾ പറയാൻ കാരണം, നമ്മളൊരു റിട്ടേൺ ഫയലിംഗ് പഠിപ്പിക്കുമ്പോൾ ആ ഒരു റിട്ടേൺ ഫോം ഓപ്പൺ ആക്കി വന്നാൽ അതിൽ നിങ്ങൾ കാണുന്ന ഒരു പോയിന്റ് പോലും, ഒരു കോളം പോലും, ഒരു റോ പോലും എന്ത് ചെയ്തില്ല, മിസ്സാക്കത്തില്ല. കംപ്ലീറ്റ് പഠിപ്പിക്കും. GSTR 1 23 ടേബിൾ ഉണ്ട്, അത് മൊത്തം പഠിപ്പിക്കും. GSTR 3 6 ടേബിൾ മൊത്തം പഠിപ്പിക്കും. GSTR 9 19 ടേബിൾ മൊത്തം പഠിപ്പിക്കും. GSTR 9C 17 ടേബിൾ, 17 ടേബിൾസ് മൊത്തം പഠിപ്പിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇതിനടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. GST-യിലെ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, നമ്മുടെ ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ 2 സ്കീം വരും. ഒന്നുകിൽ നോർമൽ സ്കീം, അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുക്കാം. അതായത് ഒന്നുകിൽ നോർമലി എല്ലാവരും എടുക്കുന്ന പോലെയുള്ള രജിസ്ട്രേഷൻ എടുത്ത് മുന്നോട്ട് പോകാം GST-യില്. അല്ല എങ്കിൽ നോർമലി എല്ലാവരും എടുക്കുന്ന GST എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷണൽ സ്കീം പ്രകാരം GST എടുത്ത് പോകാം. അങ്ങനെ ഉള്ള ഒരു സ്കീമാണ് കോമ്പോസിഷൻ. നമ്മുടെ രാജ്യത്ത് 100-ൽ 90% ബിസിനസ് സ്ഥാപനങ്ങളും നോർമൽ സ്കീം പ്രകാരമാണ് GST എടുത്തേക്കുന്നത്. ബാക്കി 10% മാത്രമാണ് കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്തേക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുക്കുകയാണെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ ഒരു റിട്ടേൺസും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് GSTR 1 വേണ്ട, GSTR 3B നിങ്ങൾക്ക് വേണ്ട, GSTR 1 വേണ്ട, 1A വേണ്ട, 2A വേണ്ട, 2B ആവശ്യമില്ല. നിങ്ങൾക്ക് GSTR 9 വേണ്ട, 9C വേണ്ട, അതൊന്നും ആവശ്യമില്ല. അതൊക്കെ ആർക്ക് മാത്രമാണ്? നോർമൽ സ്കീം പ്രകാരം GST എടുത്തവർക്ക് മാത്രമാണ്. ക്ലിയർ അല്ലേ? നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി മാസം തോറും ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ക്വാർട്ടർലി 3 മാസം കൂടുമ്പോ ഒരു ഫയലിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് CMP08 എന്ന് പറയും. ഫോർ ടാക്സ് പേയ്മെന്റ്. കോമ്പോസിഷൻ സ്കീം എടുത്തവർക്ക് ടാക്സ് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഫോമാണ് CMP08. അത് 3 മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി ചെയ്യേണ്ടത്. അത് നമ്മൾ പഠിക്കും. ദെൻ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ആനുവൽ ഫയലിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് GSTR 4. നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? അത്ര മാത്രമേ ഉള്ളൂ. കോമ്പോസിഷൻ സ്കീം എടുത്തവർക്ക് ഒരു വർഷം ഈ 2 ഫയലിംഗ് ആവശ്യമുള്ളൂ. CMP08 ക്വാർട്ടർലി ചെയ്യും, GSTR 4 ഇയർലി ചെയ്യും. ഓക്കെ. ഇതിനടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? എന്തെല്ലാം ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടാക്സ് ഇൻവോയ്സ് എന്താണ്,
നമുക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ? അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ഡെബിറ്റ് നോട്ട് കേട്ട് പരിചയമില്ലേ? ക്രെഡിറ്റ് നോട്ട് അതൊക്കെ എന്താണെന്ന് പഠിക്കും. ബിൽ ഓഫ് സപ്ലൈ എന്താണെന്ന് പഠിക്കും. റിവൈസ്ഡ് ഇൻവോയ്സ്, സെൽഫ് ഇൻവോയ്സ് അതിനെ പറ്റി പഠിക്കും. അതുപോലെ റിസീപ്റ്റ് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, ഡെലിവറി ചെല്ലാൻ. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഫോമാണ് ഇ വേ ബിൽ ജനറേഷൻ എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? ഇ വേ ബില്ല് എങ്ങനെ ജനറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. തിയററ്റിക്കൽ കാര്യം പഠിക്കും. സെക്ഷൻ 68 റൂൾ 138 പ്രകാരം അതിന്റെ പ്രൊസീജിയർ മൊത്തം പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഒരു 10 ഡേയ്സ് വരുന്ന ക്ലാസ്സിൽ പ്രാക്ടിക്കലി നമുക്ക് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ 10 ഡേയ്സ് ക്ലാസ്സിൽ പ്രാക്ടിക്കലി പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ച് തിയററ്റിക്കൽ കാര്യം അറിയണം. കുറച്ച് തിയററ്റിക്കൽ കാര്യം കൂടെ അറിയാനുണ്ട്. അതുകൂടെ പഠിക്കും. ഫോർ എക്സാമ്പിൾ മറ്റൊന്നുമല്ല, അതായത് ഇപ്പോ GSTയിലെ ബേസ് എന്താണ്, ഔട്ട്പുട്ട് GST എന്താണ്, എന്താണ് ഇൻപുട്ട് GST, എന്താണ് CGST, എന്താണ് SGST, എന്താണ് IGST, എന്താണ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് RCA മെക്കാനിസം, എന്താണ് ബ്ലോക്ക്ഡ് ITC, അതുപോലെ എന്താണ് QRMB സ്കീം. അപ്പൊ അങ്ങനെ കുറച്ച് തിയററ്റിക്കൽ കാര്യം നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങളും ബാക്കി ഈ പറയുന്ന എല്ലാ അഡ്വാൻസ് എന്നേ പറയുള്ളൂ. കാരണം അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ക്ലിയർ അല്ലേ? അല്ലാതെ ഒരു റിട്ടേൺ ഫയലിംഗ് എടുത്തിട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞു പോകുക അങ്ങനെയൊന്നുമല്ല. ഡെപ്ത് ആയി പഠിക്കും. നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ വരത്തേയില്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ഈ 10 ഡേയ്സ് വരുന്ന GSTയുടെ റെഗുലർ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്ന പോയിന്റ്. ക്ലിയർ? നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഈ സെയിം പ്ലാറ്റ്ഫോം ആണ്. സൂം എന്ന പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ് ആണ്. ഇപ്പോ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? നമ്മൾ നാളെ ജോയിൻ ചെയ്തു, 10 ഡേയ്സിൽ ഏതെങ്കിലും ദിവസം ലൈവ് ആ ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ റെക്കോർഡ് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ഇത് റെക്കോർഡിങ്ങും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? റെക്കോർഡിങ്ങും പ്രൊവൈഡ് ചെയ്യും. ഇനി ഡൗട്ട് വരും, ഈ റെക്കോർഡ് വീഡിയോക്ക് എന്തെങ്കിലും സമയപരിധി ഉണ്ടാവുമോ? എനിക്കൊരു 2 മാസത്തോളം കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റുമോ? ഒരിക്കലും പ്രശ്നമില്ല. നിങ്ങൾക്കിത് അൺലിമിറ്റഡ് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് അൺലിമിറ്റഡ് ആക്സസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അതുപോലെ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം സ്വന്തമായിട്ട് നിങ്ങൾ വർക്കുകൾ ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വന്നാൽ ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അതുപോലെ നിങ്ങൾക്ക് വർക്ക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന PDF പ്രാക്ടിക്കൽ ഒരു നോട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാ കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്ന ഞാൻ തയ്യാറാക്കിയ എല്ലാ റിട്ടേൺ ഫോമിനകത്ത് വരുന്ന ടേബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ PDF നോട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ വർക്ക് സപ്പോർട്ടും ഒക്കെ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരു ഓഫർ ഉണ്ട്. അതായത് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ 6 മാസം വരെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ GST റിട്ടേൺ ഫയലിംഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും. മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് സ്വന്തമായി ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു, സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുമില്ല, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഏൽപ്പിക്കൂ. 6 മാസം വരെ ഞാൻ ഒരു ഫീസ് മേടിക്കത്തില്ല, ചെയ്തു തരുന്ന ഉദ്ദേശിച്ചു കേട്ടോ. ഓക്കെ. റയർ കേസ് അങ്ങനെ വന്നാൽ എന്നെ ഏൽപ്പിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ മാക്സിമം സ്വന്തമായി ചെയ്യുക. കംപ്ലീറ്റ് വർക്ക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ദെൻ അതുപോലെ നമുക്ക് ഇതിനു മുമ്പ് ഇപ്പൊ നടക്കുന്ന ക്ലാസ് GST ആണല്ലേ. ഇതിനു മുമ്പ് നമുക്ക് നടത്തിയ ക്ലാസ് ഇൻകം ടാക്സ് ആണ്. അപ്പൊ മുമ്പ് നടത്തിയ ഇൻകം ടാക്സ് ക്ലാസിന്റെ അതുപോലെ TDS ക്ലാസ് ഒക്കെ ഉണ്ട്. അതിന്റെ റിട്ടേൺ ഫയലിംഗിന്റെ ക്ലാസ് മുമ്പ് നടത്തിയിരുന്നു. മുമ്പ് നടത്തിയതിന്റെ റെക്കോർഡിംഗ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം? ഞാൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് GST മാത്രമല്ല, ഇൻകം ടാക്സിന്റെ ഫയലിങ്ങും TDSന്റെ ഫയലിംഗും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിൽ പറയേണ്ടത്. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തു,
നിങ്ങളെ എല്ലാം ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചു. ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാ, ഗവൺമെന്റ് സൈറ്റിൽ കയറിയല്ലേ എല്ലാം ചെയ്ത് കാണിച്ചിരുന്നേ, അല്ലെ? ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ആക്കിയാണ് ഞാൻ എല്ലാം ചെയ്ത് കാണിച്ചു തരുന്നേ. പക്ഷേ നിങ്ങൾക്ക് ആ സെയിം ഗവൺമെന്റ് സൈറ്റിൽ കയറി എന്ത് ചെയ്യാൻ പറ്റൂല, ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് സൈറ്റ് അല്ലേ, അതിനകത്ത് കയറി പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, ഡെമോ ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് സൈറ്റ് പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു ഡെമോ സൈറ്റ് ID ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, ഒരു യൂസർ ഐഡിയും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കുറച്ച് വർക്കൊക്കെ അസൈൻ ചെയ്യും, നിങ്ങൾ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് അൺലിമിറ്റഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതൊരുപാട് ബെനിഫിറ്റ് ആണ്. ഇപ്പൊ രജിസ്ട്രേഷൻ ഞാൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എത്ര വട്ടം ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും വട്ടം ചെയ്യാം. GSTR 1 എത്ര വട്ടം വേണോ ചെയ്യാം. 3B മാക്സിമം പ്രാവശ്യം ചെയ്ത് പരിശീലിക്കാം. ഇ-വേ ബില്ലൊക്കെ എടുത്ത് നിങ്ങൾക്ക് മാക്സിമം പരിശീലിക്കാം, ഡൗട്ട് വരത്തില്ല. പല നിങ്ങൾ റിയൽ ലൈഫിൽ ബിസിനസ് സ്ഥാപനത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പല സിറ്റുവേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന വർക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിച്ചിരിക്കും. നമ്മുടെ ക്ലാസിന്റെ ഫീ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കോഴ്സ് ഫീ നമുക്ക് 3000 വരുന്നുള്ളൂ. ചെറിയൊരു ഫീ ആണ്. നോർമലി നമ്മൾ പല പരസ്യങ്ങൾ കാണാറുണ്ട്, GST ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് 10,000 15,000 ഫീ ഒക്കെ ഒരുപാട് കാണാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ ഫീ ആണ്. ഫീസ് ചെറുതാണെന്ന് കരുതി ക്വാളിറ്റി കുറയുന്നില്ല. മാക്സിമം നല്ല ക്വാളിറ്റി ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? മാക്സിമം അഡ്വാൻസ് ലെവലായിട്ട് പോകുന്നു കേട്ടോ. ഓക്കെ, ദെൻ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നാളെ എന്ന് പറയുമ്പോ 6-ാം തീയതി അല്ലെ, മെയ് മാസം 6. നാളെ രാത്രി 9 മണിക്ക് നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ്. നാളെ നമുക്ക് ബേസാ വരുന്നത്, GSTയുടെ ബേസ്. മീൻസ് ഒരു തിയററ്റിക്കൽ ബേസ് അല്ല, ഒരു പ്രാക്ടിക്കൽ ബേസാ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് പ്രാക്ടിക്കലി എല്ലാം ബന്ധപ്പെടുത്തി ലിങ്ക് ഉണ്ടാവും ക്ലാസ്സിലൂടെ. അങ്ങനെ അപ്പൊ ഇത്രയും കാര്യമാണ് എനിക്കിതിൽ ഈ ഒരു ഡെമോ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ ഒരു ഡെമോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം ടോപ്പിക്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ചെയ്തേ. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് കരുതി ഞാൻ അതിനകത്ത് കുറച്ചുകൂടി മിക്സ് ആക്കി എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അറിയാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത കാരണത്താൽ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. സോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇതിലൂടെ. ഇനി നമ്മുടെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. ജോയിൻ ചെയ്യുന്നു എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഫീ പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്യാം ക്ലാസ്സിലേക്ക്. ഇത്രേ പറയാനുള്ളൂ. ദെൻ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, ജോയിൻ ചെയ്യുന്നു എന്നുള്ളവർ എന്ത് ചെയ്യുക, അവരുടെ പേരൊന്ന് ഇവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ക്ലിയർ അല്ലേ? അങ്ങനെ ടൈപ്പ് ചെയ്യുന്നവരെ നാളെ ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യും. അതുകൊണ്ട് കേട്ടോ. ഓക്കെ, സോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യുന്നു എന്നുള്ളവർ എന്ത് ചെയ്യുക, പേരൊന്ന് ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ ഓക്കെ, അമർദാദ് സുബ്രഹ്മണ്യന്റെ പേര് അപ്ഡേറ്റ് ചെയ്യാം. മുഹമ്മദ് ഷഫീഖിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യും. മറ്റാരെങ്കിലും ജോയിൻ ആവുന്നുണ്ടോ, ഈ പേരൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അരവിന്ദാക്ഷൻ. ഓക്കെ, ഞാൻ പേര് അപ്ഡേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും ആർക്കും സംശയം ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ചോദിക്കുക കേട്ടോ. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻ കേസ് നിങ്ങൾ ഉദ്ദേശിച്ച ഏതെങ്കിലും കാര്യം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട പർപ്പസ് ഇതായിരുന്നു,
അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കത് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് അൺമ്യൂട്ട് ഒക്കെ ചോദിക്കുക. ഓക്കെ, അതിനൊപ്പം തന്നെ ജോയിൻ ചെയ്യുന്നു എന്നുള്ളവർ പേര് അപ്ഡേറ്റ് ചെയ്യുക. സർ നമ്മൾ ഈ പറയൂ. ജി എസ് ടിയുടെ കാര്യങ്ങൾ ആ ഫ്രീക്വൻ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണോ? ഇല്ലല്ല, ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നേ. അപ്പോൾ അതങ്ങനെ വരുന്ന അപ്ഡേഷൻസ് നമുക്ക് ഞാൻ വീഡിയോ രൂപത്തിൽ അറിയിക്കും ഗ്രൂപ്പിൽ കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഓൺലൈൻ സൈറ്റ്, അതായത് ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടാറുണ്ടോ? ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓരോ മാറ്റങ്ങളും അവിടെ നോട്ടിഫിക്കേഷൻ പോലെ കാണിക്കും കേട്ടോ. ഓക്കെ. ഓക്കെ. സർ ഇനി ഞാൻ ലെഫ്റ്റ് ചെയ്യട്ടെ? ലെഫ്റ്റ് ആയി കേട്ടോ. ഓക്കെ. 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 സുനിൽ കുമാർ, ഞാൻ പേര് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ശരി. നമുക്ക് ക്ലാസ്സിംഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ മറ്റാരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? ഈ പേരൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പൊ 4 പേരാണ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞവർ. മറ്റാരെങ്കിലും ഉണ്ടോ? പേരൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എനിക്കൊന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലി വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ ഈ ഡെമോ ക്ലാസ് റെക്കോർഡിംഗ് ആയിട്ടോ, ആരെങ്കിലും ലേറ്റ് ആയിട്ട് ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ അയക്കാം, കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ശരി.